ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ഇഡി ചോദ്യം ചെയ്യുന്നു. കൊച്ചി ഇഡി ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. മുരാരി ബാബു അടക്കം 5 പേർക്കാണ് ഇഡി സമൻസ് അയച്ചത്. നേരത്തെ 2 തവണ മുരാരി ബാബുവിന് സമൻസ് അയച്ചിരുന്നു. എങ്കിലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടികളും അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ ഇവിടെ ഹാജരായിരുന്നില്ല. പിന്നീടുള്ള സമൻസിനാണ് ഇപ്പോൾ ഹാജരായിരിക്കുന്നത്. പ്രധാനമായും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡി നടത്തുന്ന ചോദ്യം ചെയ്യലുകളിൽ ഇത് ആദ്യത്തേതെന്ന് പറയേണ്ടി വരുന്നു. പലർക്കും സമൻസ് അയച്ചിട്ടും പലരും ഇവിടേക്ക് ഹാജരായിട്ടില്ല. വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ പലരും അതിൽ നിന്ന് ഇളവ് നേടിയിരുന്നു. പ്രത്യേകിച്ച് പ്രത്യേക അന്വേഷണ സംഘമടക്കം SITയുടെ ചോദ്യം ചെയ്യൽ തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു. ഇപ്പോൾ ഇ ഡിയുടെ നടപടികളിലേക്ക്, ചോദ്യം ചെയ്യൽ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. ആദ്യഘട്ടത്തിലേക്കടക്കം കടന്നിരിക്കുന്നതാണ്. മുരാരി ബാബു പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത കേസിൽ 2 കേസുകൾ പ്രതിയാണ്. കട്ടിലപ്പാളി കേസിൽ 6ാം പ്രതിയും ദ്വാരപാലക ശില്പ കേസിൽ 2ാം പ്രതിയുമാണ് മുരാരി ബാബു. ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയാണ് അദ്ദേഹം. ഇതിൽ പ്രധാനമായും തന്നെയും ഈ ശില്പങ്ങൾ പോറ്റിക്ക് കയ്യിൽ കൊടുത്തുവിടുക എന്നതും അതോടൊപ്പം തന്നെ ഇതിനെ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയതും മുരാരി ബാബു ആണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത്. ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഇ ഡിയുടെ അന്വേഷണവും മുന്നോട്ട് പോകുന്നത്. കാരണം ഇവർക്കെല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ട് എന്നതും അതോടൊപ്പം തന്നെയാണ് ഇതിലെ കള്ളപ്പണ ഇടപാടുകളടക്കം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ട് എന്നതാണ് ഇ ഡിയുടെ പ്രാഥമികമായ ഒരു നിഗമനം. അങ്ങനെ പലർക്കും തന്നെ ഇ ഡിയുടെ പരിശോധനകൾ മണിക്കൂറുകൾ നീണ്ടുനിന്ന പരിശോധനകളാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അതിൽ പലതും തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. പലരിൽ നിന്നായിട്ട് സ്വർണ്ണക്കട്ടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിടിച്ചെടുത്തു. പലരെയും ബാങ്ക് അക്കൗണ്ടുകളിലടക്കം തന്നെ പരിശോധന നടത്തുകയും വരവിൽ കണക്കിൽ പെടാത്തത്രയും അവിടെ പണവും മറ്റും കണ്ടെത്തിയതായിട്ടുമെല്ലാം തന്നെ വിശദീകരിച്ചിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇ ഡി കടക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരുടെ ചോദ്യം ചെയ്യലുണ്ടാകാം. നിലവിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്ന് മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചിരുന്നു. ഒപ്പം മറ്റ് ചില പ്രതികൾ കൂടി ജാമ്യം നേടുകയുണ്ടായി. അവരും വൈകാതെ തന്നെ ഇ ഡിയുടെ മുന്നിലേക്ക് എത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യ ഹർജി വാദം കേൾക്കാനായി മാറ്റി. ഈ മാസം 9-നാണ് വാദം കേൾക്കുക. SIT റിപ്പോർട്ട് തിങ്കളാഴ്ച കോടതിയിൽ സമർപ്പിക്കും. 2 കേസുകളിലും വിജിലൻസ് കോടതി ഒരുമിച്ച് വാദം കേൾക്കും. അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞ തന്ത്രിയെ ജയിലിലേക്ക് മാറ്റി. ജയിലിൽ ചികിത്സ തുടരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.